ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി കേട്ടപ്പോൾ ജങ്കുക്കിൻ്റെ അമ്മേനോട് അച്ഛൻ്റെ പോയിട്ട് കേട്ടാൽ ജങ്കുൻ്റെ മമ്മി ഡാഡി ഓക്കെ എന്ന് പറഞ്ഞു. ജങ്കുട് മണ്ഡപത്തിലിരുന്ന ജങ്കുക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഡ്രസ്സ് കൊടുത്തായിരുന്നു. അർജുൻ ഓൾറെഡി മേങ്ങിയായിരുന്നു. ജങ്കുക്ക് കറക്റ്റ് സൂട്ടാണ്. ജങ്കുക്ക് കോൺഷ്യസ് ആയിരുന്നു. ശരി ഓക്കെ. ജങ്കുക്ക് ഇരുന്ന് ജങ്കുക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു അർജുൻ. ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ജങ്കുക്ക് ഓൾറെഡി ജങ്കു വിളിച്ചുകൊണ്ട് പോയിട്ട് വീഡിയോസ് ഓൾറെഡി കാട്ടിയായിരുന്നു. ഇങ്ങനെ ഇല്ല ചെയ്യുന്നതിൽ പറഞ്ഞു കൊടുത്തത് ജങ്കുക്ക് അതെ വീഡിയോസ് കാട്ടിയവർ പറഞ്ഞു കൊടുത്ത് അപ്പേ ജങ്കുക്ക് ചെയ്യും. അതുകൊണ്ട് ജങ്കുക്ക് പറഞ്ഞു കൊടുത്ത് ജങ്കുക്ക് പറഞ്ഞ് അതെ പെണ്ണിനെ കൊണ്ടുവരായിരുന്നു. കൊണ്ടുവന്നിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ നോക്കി മൊത്തം ഫ്ലാറ്റായിരുന്നു. ട്രേസ് സാരി കല്യാൺ ഡ്രസ്സിൽ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്ക് മാരേജ് നടന്നായിരുന്നു. നല്ല നന്നായിട്ട് നടന്നായിരുന്നു മാരേജ്. അതുകൊണ്ട് ഹീറോയിൻ ശരിയെന്ന് പറഞ്ഞു ഇങ്ങനെ റെഡി ആയിട്ട് വന്നായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ റൂമൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. പാലം കൊടുത്തായിരുന്നു ഹീറോയിൻ. എല്ലാ ചടങ്ങ് തുറന്ന് ചടങ്ങായിരുന്നു. ഹീറോയിൻ റൂമൊക്കെ ഒരു പിങ്ക് സാരിയായിരുന്നു. പിങ്കായിട്ട് നല്ല ക്യൂട്ടായിട്ട് സാരി അല്ലേ ജോസറ കുറച്ച് വെച്ച ഹീറോയിനെ കൊണ്ട് മിയ പറയായിരുന്നു ബേബി പറയാണ് മമ്മിയാണ് ഹീറോയിൻ മനസ്സിൽ വിളിക്കുക മമ്മി പറഞ്ഞ റിയൽ മമ്മി ചെയ്തല്ലടാ നീ എന്ന് പറഞ്ഞ താങ്ക്സ് ബേബി എന്ന് കണ്ണ് തീർക്കിസ് എന്നൊരു കണ്ണത്തിൽ എടുത്ത് ഇങ്ങനെ ഹീറോയിൻ സ്മാച്ചത് ബേബി പോയായിരുന്നു. ഗ്രാൻഡ് മണി ഹീറോയിൻ്റെ മമ്മി എടുത്തോടെ പോയായിരുന്നു. ബേബി അവൾക്ക് പോകായിരുന്നു. ഹീറോയിൻ റൂമൊക്കെ പോയായിരുന്നു. ഹീറോയ്ക്ക് ടൈങ്ങായിരുന്നു. അങ്ങനെ റൂമൊക്കെ പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ പോയായിരുന്നു. ജങ്കുക്ക് എടുത്ത് വന്നിരുന്നായിരുന്നു. ജങ്കുക്ക് ഹീറോയിനൊക്കെ ഒരു സ്മൈൽ ചെയ്തായിരുന്നു. അത് തന്നെ ഹീറോയിൻ സംസാരിക്കുമായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു. ജങ്കുക്ക് ഹീറോയിൻ സംസാരിക്കുമായിരുന്നു. നീ കാണുമ്പോൾ ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അത് എന്ന് പറയാം ജങ്കുക്ക് ഹീറോയിനൊക്കെ സ്മൈൽ ചെയ്തായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ജങ്കുക്ക് ഹീറോയിനെ പിടിച്ചായിരുന്നു. അപ്പോൾ മിയൻ്റെ കേട്ടായിരുന്നു. മിയ പറഞ്ഞു ഇങ്ങനെ മിയക്ക് ജങ്കുക്ക് എല്ലാം അറിയായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്യുന്നു ജങ്കു ഒരു ദിവസം ഹീറോയ്ക്ക് അതെ ഈ മാരേജ് പൊളിക്കണമെന്ന് മിയ പറയായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് കുറച്ച് ഹീറോയിൻ്റെ ലാംഗ്വേജ് മിയ പഠിച്ചുകൊണ്ട് ജങ്കുക്ക് അറിയും. ജങ്കുക്ക് അതെ അവിടെ മിയ പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞു ജങ്കുക്ക് വായിക്ക് വരാം. അതുകൊണ്ട് ജങ്കുക്ക് കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടായിരുന്നു. ഈ മാരേജ് മുടക്കും. അപ്പോൾ ചേട്ടൊരു ജങ്കുക്ക് ഒരുപാട് സാഡായിരുന്നു. അപ്പോൾ ജങ്കുക്ക് എല്ലാം കേട്ടായിരുന്നു. അപ്പോൾ ജങ്കുക്ക് കേട്ടായിരുന്നു എനിക്ക് എന്നെ പിടിക്കുമെന്ന് കേട്ടു. പിടിക്കുക അതൊക്കെ നീ ആർമി ഗേളല്ലേ എന്ന് പറഞ്ഞാണ്. അതെ എന്ന് പറയായിരുന്നു. എന്ന് പറഞ്ഞു ആർമി ഗേൾ ലവ് അഡ് എന്നാ ജങ്കുക്ക് നോക്കി ഹീറോയി മനസ്സിലിരിക്കായിരുന്നു. ജങ്കുക്ക് ഹീറോ എടുത്ത് വന്ന് ജങ്കുക്ക് വന്ന് ഹീറോയിൻ എടുത്ത് വന്ന് ജങ്കുക്ക് വന്ന് ഹീറോയിന് ഒരു കാര്യം പറഞ്ഞു. ജങ്കുക്ക് പറഞ്ഞ ഷോക്കായിരുന്നു. ഹീറോയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഹീറോയിൻ ഷാക്കായിരുന്നു. വെഡിങ് നൈറ്റ് പ്രൊപ്പോസ് ചെയ്യുന്നതാ അതൊന്നുമില്ല ബേബി ലവ് യു പറഞ്ഞു. ഹീറോയിന് കിസ് ചെയ്യാൻ തുടങ്ങിയ ജങ്കുക്ക് ഓക്കെ ആണോ നിനക്കെന്ന് കേട്ടായിരുന്നു. ജങ്കുക്ക് കേട്ട് ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ഇപ്പം ബേബി വേണ്ട പിന്നെ ബേബി നോക്കാമെന്ന് ജങ്കുക്ക് ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബേബി ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ പറയായിരുന്നു. ഹീറോയിൻ ക്ലോസ് ആയിരുന്നു. ജങ്കുക്ക് ഹീറോയിൻ കൊടുത്ത് മനസ്സിൽ ചെയ്തായിരുന്നു. ഹീറോയിൻ ഷാക്കായിരുന്നു. ജങ്കുക്കിന് എനിക്കിനെ കണ്ടപ്പോൾ പിടിച്ച് വരുന്നതായിരുന്നു. അങ്ങനെ ഹീറോയിൻ കിങ്സ് അങ്ങനെ റൊമാൻസ് നടക്കുമായിരുന്നു. ഇപ്പം ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു എല്ലാ പ്ലാൻ സക്സസ് ആയിപ്പാന്ന് പറഞ്ഞ് അവർ ഇതിനെ സംസാരിക്കായിരുന്നു. അതെ നമുക്ക് അവനെ നോക്കാം. വില്ലൻ രാഹുൽ അവിടെ ഇറങ്ങി എനിക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവർ കുറച്ച് കൊണ്ട് വന്ന് പിടിച്ചോണ്ട് പോയി. രാഹുൽ ആരാ നിങ്ങൾ എന്ന് കുറച്ച് എന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു. എനിക്ക് മാരേജ് അങ്ങനെ അവിടെ നോക്കും മാരേജിൻ്റെ മണ്ഡപം റെഡിയാണ്. ഇതെന്താ മണ്ഡപം കുറച്ച് വേറെ ഇവിടെയാണ് ഉള്ളത് വാ എന്ന് പറഞ്ഞ് ആ മണ്ഡപത്തിൽ ഈ പെണ്ണിനെ എടുത്തോണ്ട് വരട്ടെ എന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡി കാണില്ല. നിങ്ങൾ എന്താ ചെയ്യാം ഈ കല്യാണം കഴിച്ചിട്ട് ചങ്ക് അറക്കും ഞാൻ പറഞ്ഞു. ചങ്ക് അല്ല മിരട്ടിയായിരുന്നു ചങ്ക് ഇറക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്നെ പേടിച്ച് അവന് മണ്ഡപത്തിലിരുന്നായിരുന്നു. പെണ്ണ് ചപ്പിക്കോളൂ ആന മതി അവിടെ അവനൊക്കെ പേടി അയ്യോ എൻ്റെ വൈഫാന്ന് പറഞ്ഞ് മിരട്ടി അവനെ കല്യാണം കഴിപ്പിക്കായിരുന്നു. അതെ ഇങ്ങനെയായിട്ട് അവനക്കും അവൾക്കും മാരേജ് ആയിരുന്നു. അതെ പറഞ്ഞ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അവനിക്കറിയില്ലായിരുന്നു ചബ്ബിയായിട്ട് മാറിയായിരുന്നു. അവളുടെ സാഡായിട്ട് പഠിക്കുമ്പോൾ ലവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവളെ അവളെ കൂടെ റൊമാൻസ് ചെയ്ത് എന്നെ അവളെ അലക്കിയായിരുന്നു. അതുകൊണ്ട് അവൻ ഒരുപാട് സാഡായിരുന്നു. അവൾക്ക് തിന്ന് ചബ്ബിയായി മാറി. നീ എന്നെ പറ്റിച്ച് നിറയെ ഗേൾസ് പറ്റിക്കോ അത് മാത്രമല്ല നീ എന്നെ മാർജ് കഴിക്കോന്ന് പറഞ്ഞ് അവനെ മിരട്ടി തല്ലിയായിരുന്നു. അതെ ഓൾറെഡി അവൾക്ക് ബേബീസ് ഉണ്ടായിരുന്നു. അവൻ്റെ ബേബീസാണ് 2 ട്വിൻസ് ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബിയായിരുന്നു. അങ്ങനെ മിരട്ടിയാണ് അവനെ കല്യാണം കഴിച്ചായിരുന്നു. അവൻ്റെ വീട്ടുകാർക്കെല്ലാം അത് കേട്ട ഷോക്കായിരുന്നു.
എന്താ ഒരിടയ്ക്ക് ന്യൂസ് കേട്ടായിരുന്നു അവനക്ക് കല്യാണം കഴിഞ്ഞത്. അവർ വന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് അങ്ങനെ കേട്ടോ. പിന്നെ അവർ റൗഡീസ് പറയുന്നത് എൻ്റെ മോളെ പതിച്ചിട്ട് ചതിച്ചിട്ട് ഇത് നടന്ന് ഞങ്ങൾക്ക് നമ്പലൊന്നും വീഡിയോസ് നോക്കൂ. ഇതെൻ്റെ മോൾ തന്നെയാണ്. ഇത് മാത്രമല്ല ഇന്ന് പറഞ്ഞ അവൻ മെർട്ടായിരുന്നു. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവനെ കുറിച്ച് പറയായിരുന്നു. അത് കേട്ട് ഷോക്കായിരുന്നു. എന്താ വീട്ടിലൊക്കെ ആൻറ്റി നിങ്ങളെ വീട്ടിലൊക്കെ ഞാൻ വന്നായിരുന്നു, നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന വീഡിയോസ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ശബ്ദമായിട്ട് മാറുന്ന കാരണം ഇത് നിങ്ങളെ ബേബിയാന്ന് പറഞ്ഞു. വേണം ഡി എൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കോൾ ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ ബ്ലഡ് കൊടുത്തായിരുന്നു. അങ്ങനെ രാത്രിയായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ വന്നു. ആ ഡോക്ടർ പറഞ്ഞു അതേപ്പാ ബേബി നിങ്ങളെ പേര് കുട്ടി എന്ന് പറഞ്ഞു. അത് കേട്ട് അവൻ്റെ അമ്മയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ അവൻ തല്ലായിരുന്നു. നീ പോടാ ഞങ്ങളെ വായിസ് എന്ന് അവരുടെ അടുത്തോട്ട് വിളിച്ചോട്ട് പോയായിരുന്നു. അതെ അവനെ മിരട്ടായിരുന്നു. അങ്ങനെയാണ് അവൻ കഷ്ടപ്പെട്ട് അവൾ കൂടെ ഇത് ചെയ്യാൻ. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അവിടെ പ്ലേസ് കുറച്ച് നാൾ കഴിഞ്ഞ് അതിനുശേഷം കൊറിയക്ക് പോയിരുന്നു. ഹീറോയും മമ്മിക്ക് ഡാഡിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ പറയായിരുന്നു മിയ ഹീറോയിൻ്റെ ചേട്ടനൊക്കെ റൂട്ട് വിടായിരുന്നു. ഇത് ജങ്കുക്കുകാരൻ ന്യൂസുമായിരുന്നു. അങ്ങനെയായിട്ട് അർജുൻ പറയുന്നു ശരി മമ്മി. അങ്ങനെയായിട്ട് ജോലി ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ബേബിനെ ക്യാരിങ് ജങ്കുക്ക് ഡേയ്സ് ഇങ്ങനെ കറക്കുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഓമിച്ചാൽ തുടങ്ങി. ജങ്കുക്ക് കാണിച്ചത് എന്തടി ഗൈഫി എന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞു. ജങ്കുക്ക് സ്മൈൽ ചെയ്തിരുന്നു. ഹീറോയിന് ക്യാരി ചെയ്ത് ബെഡിനിട്ട് കാര്യമായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിന് ഇന്ത്യ കൊണ്ടുവന്നായിരുന്നു. അന്ന് ഹീറോയിൻ്റെ അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിന് ബെഡിനിട്ട് ബേബി ഷവർ അങ്ങനെ പറഞ്ഞാൽ ചടങ്ങ് പറഞ്ഞു. അപ്പത്തെങ്കിൽ പറയുന്നു മാരേജിന് തന്നെ. എന്നിട്ട് ഹീറോയ്ക്ക് അവിടെ തന്നെ ബേബി ജനിക്കാൻ പോകും കുറച്ച് നാളെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ ജങ്കുക്ക് കാണൊക്കെ ഹീറോയിനോട് സംസാരിക്കാറുണ്ട്. ബേബിൻ്റെ ഹീറോയ്ക്ക് പെയിൻ വന്നു. ജങ്കുക്ക് എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം ഓടിപ്പോയി. ഹോസ്പിറ്റൽ അടുത്തായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ റൂമിലാണ് ഉണ്ടായിരുന്നു. വിളിച്ചുകൊണ്ട് ഓടിപ്പോയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ നന്നായിട്ട് ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങിയായിരുന്നു. ബേബി ജനിച്ചായിരുന്നു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 3 ബേബീസാണ്. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി കടൽ തണ്ണി വരെ ബാക്കി എല്ലാവരും ഫാമിലി വന്നിരുന്നു. ജങ്കുക്കിന് സമാധാനമായി. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു.